20 വർഷത്തിന്റെ നിറവിൽ ഡിആർടെക് എത്തി നിൽക്കുകയാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ സാറിനോട് ചോദിച്ചറിയാൻ ആഗ്രഹിക്കുന്നു. സാർ എന്തുകൊണ്ടാണ് കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങാൻ ആഗ്രഹിച്ചത്? കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ചില ആൾക്കാരൊക്കെ പറയും പോലെ നമുക്ക് കൺസ്ട്രക്ഷൻ ഒരു ഒരു എന്നെ സംബന്ധിച്ച് ഒരു പ്രാണവായുവാണ്, അല്ലെങ്കിൽ ജീവജലമാണ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് എന്നെ സംബന്ധിച്ച് അതൊരു അത്രയും പ്രാധാന്യമുള്ള എൻ്റെ ജീവിതത്തെ ഞാനാക്കി മാറ്റുന്ന എൻ്റെ ഒരു പ്രൊഫഷനിലാണ് ശരിക്കും കൺസ്ട്രക്ഷൻ. ഞാൻ മുമ്പ് ഒത്തിരി ബിസിനസ്സോ അല്ലെങ്കിൽ ഒത്തിരി വർക്കുകൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈശ്വരൻ തന്നിട്ടുള്ള കുറെ കാര്യങ്ങൾ കൂടെ തന്നിട്ടുണ്ടാവും. പക്ഷേ അതിനകത്തൊന്നും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. ഞാനായി മാറിയത് എനിക്ക് പൂർണ്ണമായിട്ടും ഇറങ്ങി എൻ്റെ അംബിഷൻസ് പൂർണ്ണമായിട്ടും പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ഈ കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് വന്ന ശേഷം മാത്രമാണ്. ഡിആർടെക് ഹോംസ് എന്നൊരു കൺസ്ട്രക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യാനും അപ്പോൾ ആ രീതിയിൽ എൻ്റെ അറിവുകൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അറിവുകൾ ക്രോഡീകരിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ രൂപപ്പെടുത്തിയെടുക്കാൻ ശരിക്കും കഴിഞ്ഞത് ആ ഒരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ്. എൻ്റെ ഒരു പാഷനാണ്. ആദ്യം പാഷനായിരുന്നു, പിന്നെ അത് കുറച്ചുകൂടി നല്ലൊരു സൊല്യൂഷനിലേക്ക് മാറി. നല്ലൊരു കൾച്ചർ, കൺസ്ട്രക്ഷൻ കൾച്ചർ രൂപപ്പെടുത്തിയെടുക്കാൻ, ഒന്നുമില്ലെങ്കിൽ ഒരു കുറച്ച് പേർക്കെങ്കിലും നല്ലത് ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാക്കി ഡിആർടെക് ഹോംസിനെ കൊണ്ടുവരിക എന്നതായിരുന്നു ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഞാൻ സ്വീകരിച്ച മാർഗം. സാർ, പഴയ കാലഘട്ടങ്ങളിലേക്ക് നോക്കുമ്പോൾ സാറ് റെസിഡൻഷ്യൽ ഹോംസ് ആണ് കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. വീടുകൾ, ചെറിയ ചെറിയ വീടുകൾ, ചെറിയ ചെറിയ പ്രോജക്റ്റുകൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നോക്കുമ്പോൾ സാറ് വളരെയധികം പ്രോജക്റ്റുകൾ, വലിയ പ്രോജക്റ്റുകൾ, കൊമേഴ്ഷ്യൽ പ്രോജക്ട്സ്, റിസോർട്ട് പോലത്തെ പ്രോജക്റ്റുകൾ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് എങ്ങനെയാണ് സാർ എത്തിപ്പെട്ടത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ചെയ്യാനായിട്ട് സാറിന് പ്രചോദനമായത്? അല്ലെങ്കിൽ എങ്ങനെ അതിനെ സാധിച്ചെടുത്തു? നമുക്ക് ഇന്ന് നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് നാളെ എത്തേണ്ട അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരമായി. ഞാൻ ഇന്ന് ട്രിവാൻഡ്രത്ത് നിൽക്കുകയാണ്. എനിക്ക് എത്തേണ്ടത് ബാംഗ്ലൂർ ആണെങ്കിൽ ഞാൻ ആ ബാംഗ്ലൂർ എത്താൻ ഇന്ന് തന്നെ ഞാൻ യാത്ര ഇരിക്കും. നാളെ എത്തണമെങ്കിൽ ഞാൻ ഇന്ന് തന്നെ ബസ്സിൽ കയറുക അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ കയറുക. യാത്ര തിരിച്ച് കിട്ടുന്ന ഒരു ലാസ്റ്റ് കിട്ടുന്ന ഒരു അംബിഷൻ, അല്ലെങ്കിൽ ലാസ്റ്റ് കിട്ടുന്നതാണ് നമുക്ക് ബാംഗ്ലൂർ എത്തുക എന്നുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എൻ്റെ ഉള്ളിൽ കൊമേഴ്സ്യൽ പ്രോജക്റ്റും ചെയ്യണം. അപ്പോൾ അതിലേക്ക് എങ്ങനെ നമുക്ക് ഓരോ ദിവസവും നടന്നെടുക്കാം എന്നൊരു ചിന്ത, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ളൊരു പ്രവർത്തനം ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് പിന്നെ ആർക്കും കാണാൻ പറ്റിയിട്ടില്ല, അറിയാൻ പറ്റിയിട്ടില്ലായിരുന്നു. എന്ന് പറഞ്ഞിട്ട് റെസിഡൻഷ്യൽ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് മോശം എന്നല്ല. റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ഞാൻ ഇപ്പോഴും വളരെ നന്നായിട്ട് ആസ്വദിച്ച് ചെയ്യുന്നൊരു കൺസ്ട്രക്ഷൻ തന്നെയാണ് റെസിഡൻഷ്യൽ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ശരിക്കും ഡിആർടെക് ഹോംസ് ആർക്കും അറിയാത്തൊരു കാര്യമാണ്. ഡിആർടെക് ഹോംസ് ഏകദേശം 9ഓളം വില്ല പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 12 വില്ലാസ് ഉണ്ട്, 7 വില്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ 3 വില്ലാസ് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അന്നും ഇന്നും ഡിആർടെക് ഹോംസിന്, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് അത് ചെറുതും വലുതൊന്നുമില്ല. വലുത് എന്ന് പറയുന്നത് ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ വലുതെന്നും, മെറ്റീരിയൽസ് കുറയുമ്പോൾ അത് ചെറുതെന്നും, അല്ലെങ്കിൽ എമൗണ്ട് കുറയുന്നതനുസരിച്ച് ചെറുതും വലുതുമായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ചെറുതുമാണെങ്കിലും വലുതാണെങ്കിലും എപ്പോഴും ചെയ്യുന്ന വർക്ക്, ആ ചെയ്യുന്ന കാര്യം അതിനെ എത്രത്തോളം പെർഫെക്റ്റ് ആക്കാൻ പറ്റും, മറ്റാർക്കും ചെയ്യാൻ പറ്റാത്തത്തോളം എത്രത്തോളം കുറച്ചുകൂടി പെർഫെക്റ്റ് ആക്കാൻ എങ്ങനെ പറ്റും, ഒരു പൊടിക്ക് കൂടി നമുക്ക് കൊടുക്കുന്നത് പോലെ എങ്ങനെ നമുക്ക് കുറച്ചുകൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും എന്നാണ് എപ്പോഴും ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ആ എൻ്റെ ചിന്തകളായിരിക്കുമല്ലോ ഡിആർടെക് ഹോംസിൻ്റെയും എൻ്റെ കൂടെ നിൽക്കുന്ന ടീമിൻ്റെയും ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ചിന്തകളാക്കി മാറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്ററാണ് ശരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇങ്ങനെയുള്ള കൊമേഴ്സ്യൽ ബിൽഡിങ്സ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിയ ഹൈറൈസ് ബിൽഡിങ്സ് ഒക്കെ ചെയ്യാനായിട്ട് ഡിആർടെക് ഹോംസിന് കഴിഞ്ഞതെന്ന് തോന്നുന്നു. അത് ശരിക്കും ജനങ്ങൾ തന്നെ അതിനെ വിലയിരുത്തണം. അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം. നമുക്ക് അല്ലാതെ കൃത്യമായിട്ടൊരു ഉത്തരം എന്ന് പറയാൻ പറ്റത്തില്ല. സാർ, ഇപ്പം എനിക്ക് ചോദിക്കാനുള്ളതെന്ന് കുറച്ച് മനസ്സിൽ വരുന്നത്, ഈ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ എന്തായാലും സാർ ഒറ്റയ്ക്കാവില്ലല്ലോ പ്രോജക്റ്റ് ചെയ്ത്. അപ്പോൾ ഉറപ്പായിട്ട് സാറിന് ഒരു ടീം ഉണ്ടാവും. സാറിന് ആ ടീമിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ശരിക്കും ഡിആർടെക് ഹോംസിന്റെ ടീം, എനിക്ക് തോന്നുന്നു ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനത്തിലേക്ക് വരണമെന്ന് തോന്നിയപ്പോഴേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ടീമിനെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. കാരണം കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അതിനകത്ത് ഒത്തിരി വെൻഡേഴ്സ് ഉണ്ട്, ഒത്തിരി വർക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ഒറ്റയ്ക്ക് നിയന്ത്രിക്കുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അവരെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്നെപ്പോലെയുള്ള കുറേ പില്ലേഴ്സിനെയും കൂടി ഞാൻ വാർത്തെടുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ കമ്പനി സ്ട്രോങ് ആയിട്ട് പോകത്തുള്ളൂ.
ഈ പില്ലേഴ്സിലാണല്ലോ ബിൽഡിംഗ് എപ്പോഴും പടുത്തുയർത്തുന്നത്. അപ്പോൾ ആ പില്ലേഴ്സിനെ സ്ട്രോങ് ആയിട്ട് വളർത്തിയെടുക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്, ഉറങ്ങാൻ പറ്റിയിട്ടില്ല. പലപ്പോഴും രാത്രിയായിരിക്കും പലതും പഠിക്കുന്നത്, വെളുപ്പിനേറ്റ് പഠിക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെ ജീവിതകാലം മുഴുവൻ പഠനമാണ്, മരണം വരെയും പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഒരു ആബ്സ്ട്രാക്ട് കിട്ടിയതാണ് ശരിക്കും ഈ നല്ലൊരു ടീമിന്. ഞാൻ പലപ്പോഴും എൻ്റെ ടീമിനെ എപ്പോഴും വഴക്ക് പറയും, അല്ലെങ്കിൽ ബഹളം വയ്ക്കും. ആ ടീമിനുള്ളിൽ ഞാൻ എപ്പോഴും അസ്വസ്ഥനാണെങ്കിലും പുറത്ത് എൻ്റെ ടീം എനിക്ക് മികവുറ്റ തന്നെയാണ്. വളരെ സന്തോഷം തരുന്ന കുറേ പില്ലേഴ്സാണ് അവർ. അത്യാവശ്യം കുറച്ച് മാനേജേഴ്സ് ഉണ്ട്. അവരുടെ കെയർ ഓഫിൽ അവരുടെ സ്ട്രെങ്തിൽ നല്ല കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സ് ആക്കി എടുത്തു. അക്കൗണ്ട്സ് ആണെങ്കിലും, മാർക്കറ്റിംഗ് ആണെങ്കിലും, സെയിൽസ് ആണെങ്കിലും, അതുപോലെ തന്നെ ഡിസൈനിങ് ആണെങ്കിലും, എക്സിക്യൂഷൻ ആണെങ്കിലും, ഇതൊക്കെ ഒരു ഓരോ പില്ലർ. പണ്ടാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ഒരു പില്ലറായിരുന്നു. ആ പില്ലറിൽ നിന്ന് പിന്നെ കുറച്ച് എന്തൊക്കെ ഞാനും ഒറ്റയ്ക്ക് ചെയ്തു, പിന്നെ കൂടെ ഒരാളൂടെ ചെയ്തു, പിന്നെ ഒന്നിലധികം ആൾക്കാരായി. ഇപ്പൊ നോക്കുമ്പം ഇത്രയും സ്റ്റാഫായി, ഇത്രയും വർക്കേഴ്സായി. ശരിക്കും അതിനുവേണ്ടി കുറെ സമയം പീപ്പിൾ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ വലിയൊരു ഘടകം തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചു, പഠിക്കാൻ പറ്റി, ആ പഠിക്കുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റി. അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ എനിക്ക് സാധിച്ചത് ഈശ്വരൻ തന്നൊരു കാര്യമായിരിക്കും. അപ്പോൾ അത് വലിയ സന്തോഷമായിട്ട് തോന്നുന്നു. ആ ഡെവലപ്മെന്റ് തന്നെയാണ് ഈ DRTech ഹോമിന്റെ ഡെവലപ്മെന്റ്. ഇപ്പൊ എല്ലാ ബിസിനസ് ഓണേഴ്സും എപ്പോഴും ഒന്ന് ചാരി നിൽക്കാൻ ശ്രമിക്കും. ഒരു ലെവലിൽ ആകെ തളർന്നു കഴിയുമ്പോൾ ഒന്ന് ചാരി നിൽക്കാൻ തോന്നും. അപ്പോൾ മുമ്പൊക്കെ ആണെങ്കിൽ എനിക്ക് പലപ്പോഴും എനിക്കൊരു പാർട്ട്ണറില്ലല്ലോ, ഞാൻ ആരെ ചാരിക്കും, ആരോടും അഭിപ്രായം ചോദിക്കും എന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അതിന്റെ ഒരു കാര്യവുമില്ല. എന്റെ മാനേജേഴ്സിനുണ്ട്. അപ്പോൾ അവരോട് ചോദിക്കും, അവരുടെ അടുത്ത് എന്ത് ചെയ്യണം, അടുത്ത സ്റ്റേജ് എന്താണ്. ഒരു പോർഷൻ ഇടിച്ച് നിൽക്കുമ്പോൾ, ഒരു ഇരുട്ടായിട്ട് തോന്നുമ്പോൾ, അവിടെ അടുത്ത പോർഷനിലേക്ക് പോകാനായിട്ട് ആ മാനേജേഴ്സ് അവിടെ ബില്ലിങ് സാർ ഇങ്ങനെ ചെയ്യാം, നമുക്ക് അങ്ങനെ ചെയ്യാം, അത് ചെയ്യാം എന്ന് പറയുന്ന ലെവലിലേക്ക് മാനേജേഴ്സ് വളർന്നു എന്നുള്ളതാണ് എനിക്ക് വളരെ സന്തോഷമായിട്ട് പറയാനുള്ളത്. അങ്ങനെ ഒരു ടീമിനെ ഈശ്വരൻ തന്നു DRTech ഹോംസിന്. ചിലപ്പം അതാണ് ശരിക്കും DRTech ഹോംസിന്റെ വളർച്ച എന്ന് തോന്നുന്നു. അത് എനിക്ക് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഡിപ്പാർട്ട്മെന്റ് വൈസിൽ കൊണ്ടുവരാൻ പറ്റി, നല്ലൊരു ടീമിനെ വളർത്തിയെടുക്കാൻ പറ്റി. അത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അത് തന്നെയാണ് DRTech ഹോംസിന്റെ പില്ലറും. സാർ, ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടം നോക്കിയാൽ ഒരുപാട് കൺസ്ട്രക്ഷൻ കമ്പനികൾ നമ്മൾ സാറിന് കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുണ്ട്. എല്ലാ മേഖലകളിലും കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അതിലധികം കോമ്പറ്റീറ്റേഴ്സ് ഇപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലകളിലുണ്ട്. സാറിന് അതിനെ എങ്ങനെയാണ് തരണം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്നെല്ലാം മികച്ചതായി എങ്ങനെയാണ് മുന്നേറാൻ സാധിക്കുന്നത്? കോമ്പറ്റീറ്റർ എന്നൊരു വേർഡ് ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സാധനം ഇല്ല എന്നെ സംബന്ധിച്ച്. കോമ്പറ്റ് ചെയ്യുന്നത് ശരിക്കും ഞാൻ എന്നോട് തന്നെയാണ് കോമ്പറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടേ മറ്റൊരാളിനെ കോമ്പറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അനുവദിച്ചാലേ മറ്റൊരാൾ എന്നെ കോമ്പറ്റ് ചെയ്യൂ, ഞാൻ അനുവദിച്ചാലേ ഞാൻ എന്നോട് തന്നെ കോമ്പറ്റ് ചെയ്യുന്നു. ഞാൻ ഇന്ന് ഉള്ള ക്രിസ്തുദാസ് നാളെ മറ്റൊരു ക്രിസ്തുദാസ് ആയിട്ട് വളരുക, അതിനുവേണ്ടി ഞാൻ കോമ്പറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എനിക്കൊരിക്കലും പുറത്തുനിന്ന് ഒരാൾ ഒരിക്കലും ഒരു കോമ്പറ്റീറ്റർ അല്ല. അവർക്ക് പരമാവധി ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നല്ലൊരു ഡീറ്റെയിൽസ് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് അവർ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാനും ബെറ്ററായിട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരിക്കലും ശരിക്കും കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് ആ ഒരു വേർഡ് എനിക്കൊരു വിഷമമായിട്ടോ ഒരു ബുദ്ധിമുട്ടായിട്ടോ ആ ഒരു വേർഡിനെ സമീപിച്ചിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഈ ഭൂമിയിൽ വന്നു എന്ന് പറഞ്ഞാൽ എനിക്കൊരു വിഷമം തോന്നിയിട്ടില്ല. ഞാൻ എൻ്റെ സ്റ്റാഫിനോടും പലപ്പോഴും പറയാറുണ്ട്, നിങ്ങളൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്ത് വിജയിപ്പിച്ച് കാണിക്കുക. അത് സക്സസ്ഫുൾ എത്തിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സന്തോഷം. അപ്പോൾ എനിക്ക് ചിലപ്പം ഈ സ്റ്റാഫ് ചിന്തിച്ചിരിക്കും, സാർ എന്താ പറയുന്നത്, സാറിനൊരു കോമ്പറ്റീറ്ററിന് സാറ് തന്നെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. ശരിക്കും അതങ്ങനെയല്ല. നമുക്ക് തന്നെ നമ്മൾ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്ത് വളർത്തിയെടുക്കുമ്പോൾ വീണ്ടും കുറെ ആൾക്കാർക്ക്, ഇപ്പം ഞാൻ ഒന്ന് മാറ്റി ചിന്തിച്ചപ്പോൾ സർക്കാർ ജോലി വേണ്ട, അങ്ങനെയുള്ളൊരു കംഫർട്ട് സ്റ്റൈലിൽ നിന്ന് മാറിയിട്ട് ഈ ലെവലിലേക്ക് ചിന്തിച്ചപ്പോൾ ഉണ്ടായൊരു ബൈ പ്രോഡക്റ്റ് ആണ് ശരിക്കും DRTech ഹോംസ്. ഇതിനകത്ത് ഇപ്പോൾ ഏകദേശം 32 സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്, 150 വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് പ്രത്യക്ഷമായിട്ടാണ്. ഇനി പരോക്ഷമായിട്ട് എത്രയോ കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട് DRTech ഹോംസിനെ സംബന്ധിച്ച്. വെൻഡേഴ്സ്, അതുപോലെ സപ്ലയേഴ്സ്, ഇവരെല്ലാം ജീവിക്കുന്നുണ്ട്. അപ്പം ശരിക്കും ഒരു വ്യക്തി, ഞാനെന്നൊരു വ്യക്തി മാറി ചിന്തിച്ചപ്പം കിട്ടിയൊരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ നമ്മൾ കാണുന്നത്. അപ്പം അത് ശരിക്കും കോമ്പറ്റീറ്റർ ഉണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അടഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ പറ്റില്ലായിരുന്നു. ഓരോ ദിവസവും പോളിഷായി ഞാൻ എന്നെ തന്നെ കോമ്പറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ
കോമ്പറ്റീറ്റർ എന്നുള്ള ആ ഒരു വിഷമം തന്നെ, അങ്ങനെ ഒരു സാധനം തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതായി പോകും. നമുക്ക് എന്തെങ്കിലും ഇനിയും ചെയ്യാം, ഇനിയും ഈ ഭൂമിയിലേക്ക് എന്തെങ്കിലും നന്നായിട്ട് ചെയ്യാം എന്ന തോന്നലുണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ വളർന്നു വരുന്നതാണ് എൻ്റെ ചുറ്റുപാടുകളും എന്നോടൊപ്പം ഉള്ള എല്ലാ കാര്യങ്ങളും. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. DR Tech Homes Private Limited, Trivandrum, an archway to future.